ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇതാ പുറത്തെ അവസ്ഥ. ഫുള്ള് ഫോഗായിട്ട് ഒന്നും കാണാനില്ല. റോട്ടിൽ വണ്ടികൾ വരുന്ന ലൈറ്റ്സ് ഇട്ടേക്കുന്നതുകൊണ്ട് മാത്രം വിസിബിലിറ്റി ഉണ്ട്. ഫുള്ള് ഫോഗാണ്. ഇവിടെ ഫോഗാണ് ഗൈസ്. ഞങ്ങളുടെ ഇന്നോവ ഡ്രൈവർ അല്ലമീൻ ഭയങ്കര റോങ് ആയിട്ടാണ് അവിടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഫോഗ് ആയതുകൊണ്ട് ആരും കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് തോന്നിയ വഴിയൊക്കെ വണ്ടി ഓടിച്ചോണ്ട് പോവാ. ഇതിനിടയ്ക്ക് മഴ പെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് നേരം ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഫുള്ള് ഫോഗ് കയറി. നമ്മളിനി നേരെ നമ്മുടെ റിസോർട്ടിലോട്ട് പോവാം. റിസോർട്ടിലോട്ട് പോകുന്ന വഴിയായത്. ഇവിടെ ഒരുപാട് ജീപ്പ് സവാരിയുടെ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ജീപ്പ് സവാരി അങ്ങനത്തെ റൈഡൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ. അങ്ങനത്തെ ഒരുപാട് സംഭവം ഇവിടെ ഉണ്ട്, ഈ ഓഫ് റോഡ് സെറ്റപ്പ്. നമുക്ക് പിന്നെ അങ്ങനത്തെ പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും എടുത്തില്ല. ഇതാ ഇവിടെ ഒരാളിരുന്ന് ഷാനി കുഞ്ഞോന്ന് വിളിക്കുന്നുണ്ട്. ഇസ അവിടെ പോയി ഇസ ആകെ ക്ഷീണിച്ച്. ഇന്നത്തെ ദിവസം അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോയിട്ട് ഇസ ഫുള്ള് ക്ഷീണിച്ച് ബാക്കിലിരിക്കുക. ഞങ്ങൾ ശരിക്കും പോകുന്ന റിസോർട്ട് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെ റിസോർട്ടൊന്നും പേരൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സർപ്രൈസ്ഡ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ ഈഗർലി വെയിറ്റിംഗ് ആണ് റിസോർട്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടി. സോ ഞങ്ങൾ ഈ വണ്ടി ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അവർ കൈ കാണിക്കുമ്പോൾ ഞങ്ങൾ നിർത്തും, അവർ പോവാൻ പറയുമ്പോൾ പോവും. അതായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. വണ്ടിയില്ല, പൊക്കോ. ഞങ്ങളെ ഏതോ കാട്ടിലോട്ട് വിളിച്ചോണ്ട് പോവാണ് ഗൈസ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഏലക്ക കേട്ടോ, ഫുള്ള് ഏലം. ഇപ്പുറത്തെ ഏലവും കാപ്പിയൊക്കെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. വഴി ഇതല്ലേ? വഴി തെറ്റിയാ? അങ്ങോട്ട് കയറാനോ? ഇനി മേലോട്ട് പോവാനോ? ഏതാ റിസോർട്ട്? ഏതാ പേരെന്താ പറഞ്ഞേ? ഹെയ്ഡയോ? ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ റോഡ് നല്ല റോഡാണ് ഇവിടെ കേറാൻ വേണ്ടിട്ട്. ആ ശരി. ഇത് ഭയങ്കര ഓഫ് റോഡാണ്. ഇതാണ് റിസോർട്ട് ഹേഡേ എന്ന് പറഞ്ഞിട്ട്. അതോ അതെന്താ സൗണ്ടൊക്കെ കേൾക്കുന്നേ? ഇതിപ്പോ റിസോർട്ട് ബുക്ക് ചെയ്ത ആള് വേറെ വഴി തെറ്റിപ്പോയി. ഞങ്ങള് വഴി ചോദിച്ച് കേറി. കറക്റ്റ് ഞങ്ങള് പ്രോപ്പർ സ്ഥലത്ത് എത്തി. അതെ, അല്ലെങ്കിൽ ഓഫ് റോഡ് പോകണം, അതുകൊണ്ട് കയറി വന്നേന്ന്. ഞങ്ങളുടെ കൂടെ വന്ന കിഡ്സിനൊക്കെ പൂളിലാണ് ഇൻട്രസ്റ്റഡ്. സോ അവരങ്ങോട്ടേക്ക് ചാടി. ഇവിടെ ലൈറ്റ് വന്നില്ലല്ലോ. കൊള്ളാം, നല്ല അടിപൊളി ഒരു മിറർ. എനിക്ക് മിറർ ഇഷ്ടപ്പെട്ടു. മിറർ കൊള്ളാം. നല്ലൊരു ഹാളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെറിയൊരു കിച്ചൺ ഏരിയ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും. ഫാമിലി ആയിട്ട് വരുമ്പോൾ ഇതൊക്കെയല്ലേ നല്ലത്. ഇവര് പൂളി ചാടാതെ ഇങ്ങോട്ട് വന്നത്. വന്നുടനെ ഇതാ ഈ തണുക്കുന്നില്ലേ ഇവർക്ക്? അല്ല, എന്തിനാണ് ചാടിയത്? പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലയോ? രണ്ട് വഴിയുണ്ട്, ഇപ്പുറത്തൂടെ ഒന്ന് കയറാം.
പക്ഷെ അത് ഭയങ്കര നല്ല രസമുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഉള്ള അടിപൊളിയായിട്ടുണ്ട്. ഇറക്കുന്നു ഇഷ്ടപ്പെട്ടോ? പൂൾ ഇഷ്ടപ്പെട്ടോ? ഈസർ ഇറക്കുക. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചാടും. ഇത് റിസോർട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ഫ്രണ്ട് സൈഡൊക്കെ ഉള്ള വ്യൂ ആയത്. ബാക്ക് സൈഡിൽ തേയിലത്തോട്ടം ഉണ്ട്. ഇത് ബാക്ക് സൈഡാ. ഓ, ഇതൊരു ബെഡ്റൂമാ അല്ലേ? ലൈറ്റ് ഇട്ടേ. ഇത് നല്ല അടിപൊളി ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ഒക്കെയാണ്. കൊള്ളാം. ഒരു വലിയൊരു മിററൊക്കെ ഉണ്ട്. ഇതാ വലിയൊരു മിററൊക്കെ ഉണ്ട്. ഇത് വാഷ്റൂമാണെന്ന് തോന്നുന്നു. യെസ്. വേറെ റൂം ഏതാ? എന്തോ എല്ലാ റൂമും ഒരേ സ്ട്രക്ചറൊക്കെ തന്നെ, കാണാനൊക്കെ ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. ആ ഒരു ഫാനൊക്കെ കണ്ടോ, വെറൈറ്റി ആയിട്ടൊക്കെ ഫാൻ. എനിക്ക് മിറർ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെയൊക്കെ. അത്യാവശ്യം നല്ല വലിയ മിററൊക്കെ. പിന്നെ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബാത്തിങ് ലോഷനും സോപ്പ്, പിന്നെന്താ മോയ്സ്ചറൈസർ, ഡ്രിങ്കിങ് ഗ്ലാസ്. അത് ഇവിടെയും ഒരു അലമാര ഉണ്ട്. ഇതിൽ വാഷ്റൂം ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇവിടെ കോമൺ പുറത്താ. അതായത് ഇതിൻ്റെ അകത്ത് ഈ റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂം അല്ല. ഇവിടെ പക്ഷേ നമുക്ക് ഈ റൂമിന് വ്യൂ ഉണ്ട്. നമുക്ക് കർട്ടൻ മാറ്റി അപ്പം ഇല്ല, മറ്റേ റൂമിനില്ല. ഇവിടെ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പൂള് കാണാം. പൂൾ വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ. അയ്യോ, ഞാൻ ചെരുപ്പ് അവിടെ ഊരിയിട്ട്. കൊള്ളാം. ഇതിൻ്റെ ഫുള്ള് ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് മേളിൽ പോയി മേളിലത്തെ റൂം നമുക്ക് കാണാം എങ്ങനെ ഉണ്ടെന്ന്. ക്യാരംസ് ബോർഡൊക്കെ ഉണ്ട്. രാത്രി അംഗം പറ്റായിരിക്കും. ഇതാണ് ടോപ്പിലുള്ള റൂം. ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഡൈനിങ് റൂമും മീൻസ് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. നല്ല അടിപൊളി ഒരു മിററുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ടോ. ആ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ കുറച്ച് നേരം നമുക്കിങ്ങനെ എന്താ പറയുന്നത്, ഫ്രീ ടൈം നമുക്ക് ഫോണിലൊക്കെ കുത്തിയിരിക്കാൻ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ചെറിയൊരു ഫ്രീ സ്പേസും ഉണ്ട്. പിന്നെ വാഷിങ് ഏരിയസും കാര്യങ്ങളും. ഇവിടെ എല്ലാം മിററാണ് കേട്ടോ. എല്ലായിടത്തും നമ്മൾ നോക്കിയാലും മിററാണ്. മിറർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് വാഷ്റൂം എല്ലാം സെയിം ഇൻറ്റീരിയൽസൊക്കെ തന്നെ, എല്ലായിടത്തും ഒരേപോലെ തന്നെ. ഇതാണ് ഇവിടെ പിന്നെ ഒരു അലമാരയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അലമാരയാണ്. ഇതാണ് നമ്മുടെ റൂം. നമ്മളിന്ന് ഈ റൂമിലാണ് കിടക്കുന്നത്. റൂമെന്ന് പറയാനൊക്കെ ഉണ്ട്. നല്ല ഒരു ഡബിൾ ബെഡാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെ. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 2 ബാൽക്കണി ഉണ്ട്. ഒരു ബാൽക്കണി ഇതും, പിന്നെ വേറൊരു ബാൽക്കണി ഇതും. ഈ ബാൽക്കണീസ് എന്ന് പറയുന്നത് ഇവിടെ ഈ റിസോർട്ടിൻ്റെ സൈഡ് വ്യൂ ആണുള്ളത്. ഇവിടെ നമ്മുടെ തേയിലത്തോട്ടം അതാണ് അവിടെ ഉള്ളത്. അത് സൈഡ് വ്യൂ ആണ്. ഇതെന്ന് പറയുന്ന റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്ന ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൂള് കാണാം. കണ്ടില്ലേ, പൂളും പിന്നെ ഇവിടെ ചെറിയൊരു വ്യൂ ഒക്കെ ഉണ്ട്.
അടിച്ചോ കൊറേ ഉണ്ടല്ലോ അവിടെ. ഞാനാണ് ഇനി ഗെയിമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഡിന്നർ കഴിക്കാനുള്ള സമയമായി. അപ്പോഴത്തേന് തന്നെ അവർ ഫുള്ള് ഡിന്നർ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫെസിലിറ്റീസ് പോലെ തന്നെ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.